إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി, ദോഷബാധയെ കാത്തുസൂക്ഷിക്കുന്ന മുത്തഖികളായി, നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ജുമാഅയുടെ ദിവസമായ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരവസരവും കൂടി അവൻ്റെ പുണ്യങ്ങൾ ധാരാളമായി നേടാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരവസരവും കൂടി കിട്ടിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പിഴവുകളും കുറവുകളും പൊറുത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജുമാ ദിവസത്തിൻ്റെ എല്ലാ ഫضലുകളും ഖൈറുകളും നേടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ ധാരാളമായി മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പ്രവാചകന്മാരെ കൂടെ നിർത്തി ഇസ്ലാമിൻ്റെ സന്ദേശം ജീവിച്ചു കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ കൽപ്പനകളും വിലക്കുകളും വിശദമായ പഠനങ്ങളുമെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കാലശേഷവും അവസാനത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ലോകം അവസാനിക്കുന്നതുവരെ മനുഷ്യരോടൊപ്പം നിൽക്കുകയാണ്. ആ ഖുർആൻ ആയിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, ജീവിതം. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് മഹദിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പോൾ എന്നും വിട്ടുപോവാതെ, തെറ്റിപ്പോവാതെ മുറുകെ പിടിക്കാൻ, മുന്നിൽ നിർത്താൻ ഒരു ജീവിത മാതൃകയും മഹത്തായ സന്ദേശവും പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യരുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും. അത് വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും ഒക്കെയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ഇന്നക്കും ലതുഗ്ലിഫൂന അഫ്ളൽ ഇബാദ, വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത്, ആരാധന, നിങ്ങൾ അത് അശ്രദ്ധമാക്കി വിട്ടുകളയുന്നുവല്ലോ എന്ന് സങ്കടപ്പെടുകയുണ്ടായി. അപ്പോൾ ചോദിച്ചു, ഏതാണ് ഉമ്മ ആ ആരാധന, ഇബാദത്ത്? അവിടുന്ന് പറഞ്ഞു, അത്തവാളു, വിനയം, താഴ്മ കാണിക്കുക, വിനയം കൊള്ളുക എന്ന്.
അപ്പോൾ അത് വളരെ നിസ്സാരമായി കാണേണ്ടുന്ന സ്വഭാവത്തിന്റെ ഒരു അംശം മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഉന്നതമായ ഒരു ആരാധനയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ നമ്മളൊക്കെ ഓതിപ്പോകുന്ന, പലരും കാണാതെ പഠിച്ചിട്ടുള്ള വചനം വഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ, എപ്പോഴും ബിസ്മി ചൊല്ലുമ്പോൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമും, കാരുണ്യവാനായ നാഥൻ, ആ കരുണാമയനായ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാർ, അവന്റെ പ്രിയപ്പെട്ട ഇഷ്ടദാസന്മാർ ആരാണ്? അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവര് ഭൂമിയിലൂടെ നടക്കുമ്പോൾ വളരെ വിനയത്തോടെ താഴ്മയോടെയാണ് നടക്കുക. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, വിവരദോഷികൾ, വിവേകമില്ലാത്തവർ എന്തെങ്കിലും വേദനിപ്പിക്കുന്നതോ കൊച്ചാക്കുന്നതോ കളിയാക്കുന്നതോ എന്തു പറഞ്ഞാലും അവർ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകളയും. തിന്മകളെയും അവിവേകത്തെയും അതുപോലെ പ്രതികരിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയല്ല, വിവേകത്തോടുകൂടി മൗനം പാലിക്കുകയും വിദൂരം കാണിക്കുകയും ചെയ്യും തിന്മയുടെ രംഗങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളുടെ ലക്ഷണം എപ്പോഴും ഇന്നമൽ ഉമമു ബി അഖ്ലാഖിഹിം മാ ബഖിയത്, ഒരു ജനത ബാക്കിയാകുന്നത് അവരുടെ സ്വഭാവം കൊണ്ടാണ്. ആളുകളുടെ രൂപങ്ങളും ഭൗതികമായ സമ്പാദ്യങ്ങളുമല്ല ബാക്കിയാവുന്നത്. കഴിഞ്ഞുപോയ തലമുറകളിലൊക്കെ ഓർക്കപ്പെടുന്ന മഹാന്മാർ, പ്രവാചകന്മാരും മഹത്തുക്കളും ഉന്നതന്മാരുമെല്ലാം അവരുടെ സ്വഭാവം കൊണ്ടാണ് സ്മരിക്കപ്പെടുന്നത്, ബാക്കിയാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ് വലാ യബ്ഗി അഹദുൻ അലാ അഹദ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ എനിക്ക് വഹിയായി അറിയിച്ചിരിക്കുന്നു. എന്താണ്? അൻ തവാളഉ, നിങ്ങൾ വിനയം കാണിക്കണമെന്ന്, നിങ്ങൾ താഴ്മ കാണിക്കണമെന്ന്, നിങ്ങൾ തോറ്റുകൊടുക്കണമെന്ന്, നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പം തിരിച്ചറിയണമെന്ന് അള്ളാഹു എനിക്ക് വഹിയായി അറിയിച്ചിരിക്കുകയാണ്. ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ്, ഒരുത്തനും ഒരാളെക്കാൾ അഹന്തയും അഹങ്കാരവും വലുപ്പവും നടിക്കാൻ പാടില്ല. വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, ഒരുത്തനും മറ്റൊരുത്തന്റെ മേൽ അതിക്രമിച്ചു കയറാൻ പാടില്ല. ഇങ്ങനെ എനിക്ക് വഹിയായി ലഭിച്ചിരിക്കുന്നു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. മരിക്കുമെന്ന് ഉറപ്പുള്ള, പരലോകമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, വദക്കറല്ലാഹ കസീറ, ധാരാളമായത് ഓർക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ, അവർക്ക് മാതൃകയുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകരിലാണ്. എല്ലാവർക്കും നല്ലതിന്റെ മാതൃകയുള്ളത്, ഉത്തമമായ മാതൃകയുള്ളത് പ്രവാചകരിലാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന്റെ അങ്ങേ അറ്റമായിരുന്നു. ഹിജ്റയ്ക്ക് ശേഷം മദീനത്ത് 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബി വഫാത്താകുന്നത് വരെ കൂടെ ജീവിക്കാൻ, എല്ലാ ഒത്താശകളും ഖിദ്മത്തുകളും ചെയ്തു കൊടുക്കാൻ, വീട്ടിനകത്തും പുറത്തും എല്ലാം കൂടെ ഉണ്ടായ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ വിലപിടിപ്പുള്ള, നനുനനുത്ത, മിനുസമുള്ള പട്ടിന്റെ തുണി തൊട്ടു നോക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിക്കുമ്പോഴുള്ള ആ മിനുസം എനിക്ക് ഒന്നിനും തോന്നിയിട്ടില്ല. അത്രക്ക് മാർദ്ദവമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈത്തടം എന്ന്. അതൊരു കയ്യിന്റെ, ഒരു തൊലിയുടെ ലക്ഷണം മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താഴ്മയുടെ, വിനയത്തിന്റെ, സ്നേഹത്തിന്റെ. സഹാബികൾ പറഞ്ഞു തരുന്നത്, കൂടെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും പുതി തീരാതെ ജീവിച്ച സഹാബത്ത് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടാൽ, കൈപിടിച്ചാൽ
എന്നോട് മാത്രമാണ് ഇത്ര നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹവസിക്കുന്നത്, എന്റെ കൈയാണ് ഇത്ര കൂടുതൽ പിടിക്കുന്നത് എന്ന് തോന്നും എല്ലാവർക്കും. കൈ കൊടുത്താൽ കൈ എടുത്തിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ പിന്നിലോട്ട് എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രായം ചെന്ന ഉമ്മയുടെ അടുത്തേക്ക് മദീനത്തെ ഒരു റോഡ് വക്കില്, തെരുവിന്റെ വക്കത്ത് അങ്ങോട്ട് ചെന്ന് ഒത്താശ പറയുമ്പോൾ ആ ഉമ്മക്ക് വിറക്കുന്നുണ്ടായിരുന്നു. പേടി തോന്നുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രാജ്യത്തിന്റെ രാജാവ്, സൈന്യത്തിന്റെ നായകൻ, അങ്ങനെയുള്ള പ്രവാചകരുടെ മുന്നിൽ ആ ഉമ്മക്ക് വിറക്കുന്നത് പോലെ തോന്നിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് ഉമ്മ? ഉണങ്ങിയ കുബൂസ് മാത്രം തിന്ന് ജീവിച്ച ഒരു പാവപ്പെട്ട ഉമ്മയുടെ മകനാണ് ഞാൻ, യതീമായി പിറന്ന മകൻ. നിങ്ങൾ എന്തിനാണ് എന്നെ പേടിക്കുന്നത്? മദീനത്തിന്റെ ചെങ്കോൽ കയ്യിലേന്തിയപ്പോൾ ഇസ്ലാമിക ഭരണത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി വാണപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഞാനൊരു യതീമായ ബാലനായി പിറന്ന ഒരു പാവപ്പെട്ട ഉമ്മയുടെ മകനായി എന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയും വിനയവും കാണിച്ച് എല്ലാവർക്കും തന്റെ അവസരങ്ങളും തന്നെയും തുറന്നു വെക്കുകയും പകരം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഉദാഹരണം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖലഖൽ ഇൻസാന ലഈഫ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകളും വിധികളും വിലക്കുകളും മതത്തിന്റെ നിയമങ്ങളും ഒന്നും മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ, എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതം ആത്യന്തികമായും രക്ഷപ്പെടാൻ അതിനുവേണ്ടിയുള്ള മോക്ഷത്തിന്റെ വഴികളാണ്, മാർഗമാണ്, കർമ്മങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത്. സൃഷ്ടാവായ നാഥൻ അറിയാം, വഖലഖൽ ഇൻസാന ലഈഫ, മനുഷ്യനെ ഏറ്റവും ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും കാട്ടാനയുടെ കൊമ്പും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സിംഹവും പല്ലും ധ്വംസിക്കുന്ന യാതൊന്നും നൽകിയിട്ടില്ലാതെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ദുർബലനായി, മറ്റേത് സൃഷ്ടികളെക്കാളും ദുർബലനായി കരയാൻ മാത്രം പഠിക്കുന്ന ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിലാണ് മനുഷ്യൻ പിറക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ ഉന്നതനാക്കുന്നത് അവന്റെ ബാഹ്യമായ ശരീര സിദ്ധി കൊണ്ടല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവ ഗുണം കൊണ്ടാണ്. അതായിരിക്കണം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മുഖമുദ്രയായി ഉന്നതമായ വിനയത്തിന്റെ സ്വഭാവ ഗുണം അവൻ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് വചനങ്ങൾ പഠിപ്പിക്കുന്നത്. വഖ്ഫൽ ജനാഹക ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് നിന്റെ ചിറകിനെ നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം, അഥവാ എല്ലാവരോടും വിനയവും താഴ്മയും നീ കാണിക്കണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത്, വേദനയും ഭാരവും ഉണ്ടാകുന്നത് ആ പ്രവാചകർക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ ഓരോ കാര്യത്തിലും അങ്ങേയറ്റത്തെ ആശയും ആർത്തിയും ഉത്സാഹമുള്ളവരാണ് പ്രവാചകർ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അങ്ങേയറ്റത്തെ കരുണയുള്ളവരാണ് പ്രവാചകർ. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന അങ്ങനെയുള്ള ഖൈറ ഉമ്മത്തിലെ ഒരംഗമായി ജീവിക്കുമ്പോൾ എല്ലാ വിശ്വാസികളോടും എല്ലാവരോടും വിനയവും താഴ്മയും സ്നേഹവും മതിപ്പും ബഹുമാനവും ആദരവും അംഗീകാരവും എല്ലാം കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ്, അല്ലാതെ ഗ്രന്ഥങ്ങളിൽ തത്വങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ ഇസ്ലാമിന്റെ നന്മയും ഇസ്ലാമിന്റെ സന്തോഷവും ഇസ്ലാമിന്റെ ലാളിത്യവും ഇസ്ലാമിന്റെ ആകർഷണമായ സ്വഭാവ ഗുണങ്ങളും ഉള്ളപ്പോൾ മാത്രമാണ് ലോകത്തിന് യഥാർത്ഥ ഇസ്ലാമിനെ തിരിച്ചറിയാൻ സാധിക്കുക. അത് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ നിന്നും പ്രകടമാവാൻ സാധിക്കണം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാം പകുതി നമ്മളെ പഠിപ്പിക്കുന്നതും ഏറ്റുപറയിപ്പിക്കുന്നതും. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകരുടെ ജീവിതം തിരിച്ചറിയാൻ, അത് മനസ്സിലാക്കാൻ, അത് കണ്ടുപഠിക്കാൻ എന്നെ നോക്കൂ, ഞാൻ സാക്ഷിയാണ്, വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നാണ് നമ്മൾ പറയുന്നത്. ബാങ്കിന്റെ ലഫ്ലുകളിൽ അത് കേൾക്കുമ്പോൾ അത് തന്നെ ഏറ്റുപറയാൻ നമ്മളെ പഠിപ്പിക്കുന്നു. മറന്നുപോയാൽ, വിട്ടുപോയാൽ
പിന്നെയും അത് ഏറ്റുപറയാൻ ആവർത്തിച്ചുള്ള ബാങ്കിന്റെ വിളികളും ഇഖാമത്തിന്റെ വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖായ ലോകഗുരുവായ കാരുണ്യത്തിന്റെ പ്രവാചകനായ സ്നേഹത്തിന്റെ നിറകുടമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് എന്റെ മാതൃക, ഞാൻ അതിന് സാക്ഷിയാണ്, നോക്കൂ എന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഷഹാദത്ത് കലിമ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ നിർബന്ധിക്കുന്നത് ഉന്നതമായ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയായിരിക്കണം നീ എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വചനങ്ങൾ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ വിനയം, ഈ താഴ്മ ആരോടെല്ലാമാണ് ഉണ്ടാവേണ്ടത്? എല്ലാവരോടും. അള്ളാഹുവിനോട് താഴ്മ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകള്, വിലക്കുകള്, നിർദ്ദേശങ്ങള് അതപ്പടി സ്വീകരിക്കുകയും ലംഘിക്കാതിരിക്കുകയുമാണ് അള്ളാഹുവിനോടുള്ള തവാളുഅ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം കാട്ടേണ്ടതുണ്ട്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി, അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുന്നിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തിപ്പോകരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത് സഹാബത്തിനോടാണെന്ന് നേരിട്ട് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുന്നിൽ ശബ്ദമുയർത്താൻ പോലും പറ്റാത്ത അത്രയ്ക്ക് അങ്ങേയറ്റത്തെ വിനയത്തിന്റെ, താഴ്മയുടെ, അച്ചടക്കത്തിന്റെ തുല്യതയില്ലാത്ത മൗനം പാലിച്ചിട്ടുള്ള സഹാബത്ത്. അങ്ങനെയുള്ള മാതൃക നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരോട് വിനയം കാണിക്കേണ്ടത്, ആ പ്രവാചകരുടെ ജീവിത രീതി സ്വീകരിക്കുകയും അത് ലംഘിക്കാതിരിക്കുകയും അതിന്റെ മുന്നിൽ അച്ചടക്കത്തോടെ, അനുസരണത്തോടുകൂടി നമ്മളത് ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, എല്ലാവരോടും അത് കാണിക്കേണ്ടതുണ്ട്. വഖ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കളോട് നിന്റെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, താഴ്മയുടെ, വിനയത്തിന്റെ ചിറകിനെ നീ താഴ്ത്തി കൊടുക്കുക. അങ്ങേയറ്റത്തെ താഴ്മയുടെ ഒരു ചിത്രമാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, വരച്ചു കാണിക്കുന്നത്. അതിലപ്പുറം ഒരു താഴ്മയില്ല. അങ്ങനെയാവണം നീ മാതാപിതാക്കളോട് ചെയ്യേണ്ടത്. അവർക്ക് എന്നാലും പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അവരെങ്ങനെയാണ് പോറ്റിയത്, എങ്ങനെയാണ് കൊണ്ടു നടന്നത്, എങ്ങനെയാണ് തീറ്റിയത് എന്നെനിക്ക് ബുദ്ധിയും ഓർമ്മയും ഉറക്കാത്ത കാലത്തും അല്ലാഹുവേ നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. കമാ റബ്ബയാനി സഗീറ, എങ്ങനെയാണോ അവനെ താലോലിച്ചത്, എന്നെ പരിലാളിച്ചത്, എന്നെ ചികിത്സിച്ചും തീറ്റിയും പോറ്റിയും വളർത്തിയത്, അതുകൊണ്ട് പടച്ചവനെ നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. കണക്ക് പറയാൻ ഒരിക്കലും അവർ നിൽക്കുകയില്ല. അവര് കാത്തു നിൽക്കാതെ കടന്നുപോയി തമ്പുരാനെ. അതുകൊണ്ട് നീ മാത്രം, നിനക്ക് മാത്രമേ അത് ഓർക്കുകയുള്ളൂ. ആ മാതാപിതാക്കളോട് നീ അതുപോലെ അതിലപ്പുറം കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കളുള്ള വിനയമാണ്, താഴ്മയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു പോയാലും എപ്പോഴും ജീവനോടെയുള്ള, ബുദ്ധിയോടെ ബാക്കി നിൽക്കുന്ന ഓരോ മനുഷ്യന്റെയും കടമയായി ആ താഴ്മ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരോടും ആ താഴ്മ കാണിക്കേണ്ടതുണ്ട്. ഗുരുനാഥന്മാരോട് എഴുതാനും വായിക്കാനും ഓത്തും എഴുത്തും അക്കവും അക്ഷരവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥന്മാർ, അവരെ മറന്നു പോകാൻ പാടില്ല. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ലോകത്തിന്റെ ഗുരുവായ മഹാപണ്ഡിതനായ, ഇസ്ലാമിന്റെ പണ്ഡിതനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എന്റെ ഗുരുനാഥൻ മരണപ്പെട്ടതിന് ശേഷം നമസ്കാരത്തിൽ സുജൂദിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു നമസ്കാരത്തിലും എന്റെ ഗുരുവിന് വേണ്ടി, ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞാൻ സുജൂദിൽ നിന്നും തല ഉയർത്തിയിട്ടില്ല എന്ന് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഗുരുനാഥന്മാരോടുള്ള ബാധ്യത, കടമകൾ അങ്ങേയറ്റത്തേതാണ്. എപ്പോഴും താഴ്മയോടുകൂടി അതോർക്കാനും അത് കാത്തു സൂക്ഷിക്കുവാനും നിർവഹിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഭൂമിലോകത്താണ് ജീവിക്കുന്നത്, ദുനിയാവിലാണ് മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹിൻ, ഭൂമിയിലാണ് നിങ്ങൾക്ക് സ്ഥിരമായി കഴിഞ്ഞുകൂടാനുള്ള നിശ്ചിത അവധി വരെയുള്ള അവസരമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞതാണ്, ആ ഭൂമി, നമ്മൾ ഭൂമി ലോകത്തെ ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന് ദുനിയാവിലെ ജീവിതം എന്ന് പറയും. ദുനിയാവ് എന്നത് മലയാളം പോലെ പ്രചാരമുള്ള ഒരു വാക്കാണ്. അത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രയോഗമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ താഴ്ന്നത് എന്നാണ്, അടുത്തത് എന്നതും താഴ്ന്നതും എന്നുമാണ്. ഏറ്റവും താഴ്ന്ന ഒരു ലോകത്താണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. അവർ നിനക്ക് എത്ര വലുതായാലും, എത്ര ഓടി മത്സരിച്ചാലും, എവിടെ എത്താൻ സാധിച്ചാലും ഒരു ചെറുപ്പമുണ്ട് എന്ന് നീ മനസ്സിലാക്കേണ്ടത്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്
വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങൾ എത്ര ഉള്ളവരായാലും, എന്തൊക്കെ ഉണ്ടാക്കിയാലും, എന്തൊക്കെ സ്വന്തമാക്കിയാലും, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ നീ ഫക്കീറാണ്, യാചകനാണ്. കൈനീട്ടാൻ നാണവും ലജ്ജയുമില്ലാതെ എല്ലാവരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരുന്ന ഒന്നുമില്ലാത്തവനാണ് നീ എന്ന് ഓരോ മനുഷ്യനോടും അള്ളാഹു ഉണർത്തുകയാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു മാത്രമാണ് ആരെയും ആശ്രയിക്കാതെ കഴിയാൻ അർഹതയുള്ളവനും യോഗ്യതയുള്ളവനും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തില് പരീക്ഷണമായി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും കൊടുക്കുകയും പലരിൽ നിന്നും എടുക്കുകയും പലരെയും പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പരീക്ഷണത്തിന്റെ ഒരു തൽക്കാലത്തേക്കുള്ള സൗകര്യങ്ങളുടെ അവസരങ്ങളും ആസ്തികളും നോക്കി നീ കിബർ നടിക്കാൻ പാടില്ല, അഹന്ത കാണിക്കാൻ പാടില്ല, വിനയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ഒരിക്കലും നിനക്ക് ഭൂമി ലോകത്ത് നീ എങ്ങനെയൊക്കെ നടന്നാലും, സൂറത്തുൽ ഇസ്രായിലും അതുപോലെ മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ ആവർത്തിച്ചു പറയുന്ന ഒരു വചനമുണ്ട്, വലാ തംശി ഫിൽ അർളി മറഹ. ഒരിക്കലും ഭൂമിയിൽ അഹന്ത കാണിച്ചുകൊണ്ട് ചവിട്ടിമതിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഒരിക്കലും നീ നടക്കാൻ പോലും പാടില്ല. സൂറത്തുൽ ലുഖ്മാനിൽ ഉപദേശമുണ്ട്, സൂറത്തുൽ ഇസ്രായിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നീ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പോലും. അത് വാഹനത്തിലാണ് എങ്കിലും, സ്വന്തം കാലിൽ നടക്കുകയാണ് എങ്കിലും, എവിടെയാണ് എങ്കിലും നീ ഭൂമിയിൽ വിനയത്തോടുകൂടി, ഹൗന എന്ന ഇബാദുർ റഹ്മാനിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ അങ്ങേയറ്റത്ത് വിനയത്തോടു കൂടിയായിരിക്കണം നീ നിന്റെ കാലെടുത്തു വെക്കേണ്ടത് എന്ന്. മാത്രമല്ല ഖുർആനിൽ ഒരു ഗൗരവമായ ഉണർത്തൽ കൂടിയുണ്ട്, ഇന്നക ലൻ തഖ്രിഖൽ അർള. ഒരിക്കലും ഭൂമിയെ ചവിട്ടി മടിച്ചു പിളർത്തിക്കളയാൻ നിനക്ക് സാധ്യമല്ല എന്ന്. അതുപോലെ തന്നെ വലൻ തബ്ലു അൽ ജിബാല തൂല. നീ ഉയരം കാണിച്ചിട്ടും തലയെടുപ്പും അഹന്തയും കാണിച്ച് പർവ്വതങ്ങളോളം ഉയരുവാനും നിനക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിസ്സാരമായ ഒന്നു മാത്രമാണ് നീ. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖലഖൽ ഇൻസാന ലഈഫ. അള്ളാഹു എളുപ്പമാണ്, സാധിക്കുന്നത് മാത്രമാണ് നിർദ്ദേശിക്കുന്നത്. മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിനയം കാണിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മക്കയിൽ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന പ്രവാചകരും അനുയായികളും എല്ലാവരും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തിരിച്ചു വരാൻ മക്ക വിജയത്തിന്റെ ദിവസമുണ്ടായി. അങ്ങനെ അങ്ങേയറ്റത്തെ വിജയം ആഘോഷിക്കേണ്ടുന്ന സന്ദർഭത്തിൽ ഹറമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ വിനയം കൊണ്ട് തല താഴ്ത്തി തന്റെ വാഹനത്തിന്റെ കഴുത്തിന്റെ താഴെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലിട്ടിരുന്ന തട്ടം താഴ്ന്നു തൂങ്ങിയിരുന്നു എന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വിനയം കൊണ്ട് വിജയത്തിന്റെ നേരത്ത് വിനയം കൊണ്ട് തല താഴ്ത്തുകയും ശുക്ർ കൊണ്ട് സുജൂദ് ചെയ്യുകയും ചെയ്ത പ്രവാചകർ, ആ പ്രവാചകരുടെ ഉമ്മത്ത് വിനയവും വിട്ടുവീഴ്ചയും താഴ്മയും കാണിക്കുവാൻ തയ്യാറാവണം. അല്ലാതിരുന്നാൽ ഷഹാദത്ത് കലിമ ഉച്ചരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന, അത് മാതൃകയായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന, അതിന് തൗഫീഖുള്ള ഈമാനും ഇൽമും ഉള്ളവരായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسوله الأمين والعاقبة للمتقين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മാതൃക ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഉത്തമ സ്വഭാവ ഗുണത്തിൻ്റെ ഉടമകളായി മുത്തക്കികളായി തീരാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ ഒരു വചനം നമ്മുടെ മുന്നിൽ ഉണർത്തുന്നത്, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫീ അർള് വലാ ഫസാദ. ഭൗതിക ജീവിതവും കഴിഞ്ഞുകൂടുന്ന ഭൂമി ലോകവും ദുനിയാവാണ്, ഏറ്റവും താഴ്ന്നതാണ്, ഏറ്റവും സമീപത്തുള്ളതാണ്. എന്നാൽ
ഒരിക്കലും അവസാനിക്കാത്തതും ഉന്നതമായതുമായ ശാശ്വതമായ സന്തോഷമായ ലോകം പരലോക ജീവിതമാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, അവസാനം വരാനുള്ള ആ വീട്, ആ ഭവനം, നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഒരു വലുപ്പവും സ്ഥാനവും ആഗ്രഹിക്കാത്തവർക്ക്, കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തവർക്ക്, അവർക്ക് മാത്രമാണ് ശാശ്വതമായ പരലോകം നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അതുകൊണ്ട് അവസാനത്തെ വിജയം, അന്തിമമായ വിജയവും നേട്ടവും ലാഭവും ഉണ്ടാകുന്നത് മുത്തഖികൾക്ക് മാത്രമാണ്. മുത്തഖികളുടെ സ്വഭാവ ഗുണം, ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിനയത്തോട് താഴ്മയോടുകൂടി താഴോട്ട് നോക്കി നടക്കാൻ, താഴോട്ട് കണ്ണ് കാണാത്ത, മേലോട്ട് മാത്രം നോക്കുന്നവനല്ല. മറിച്ച് നിനക്ക് ഭൂമിയെ കളയാൻ സാധ്യമല്ല, പർവ്വതങ്ങളോളം ഉയർന്നു നിൽക്കാനും നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് വിനയത്തോടുകൂടി താഴ്മയോടുകൂടി നിന്റെ ചെറുപ്പവും നിന്റെ പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നീ തയ്യാറാവുക. എങ്കിൽ മാത്രമേ പരലോകത്ത് വിനയമുള്ളവർക്ക് വേണ്ടി, അഹന്തയും അഹങ്കാരവും നടിക്കാത്ത, വാശിയും ദുർവാശിയും അതുപോലെ തന്നെ ദുഷിച്ച സ്വഭാവങ്ങളുമില്ലാത്ത, വിട്ടുവീഴ്ചയും വിനയവും താഴ്മയും കാണിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള, നാളെ പിറ്റേന്ന് മരിച്ചു ചെന്നാൽ അള്ളാഹുവിന്റെ സ്വർഗം നേടണമെങ്കിൽ ആ ഫിർദൗസും ഉന്നതമായ അനുഗ്രഹവും പാരത്രിക മോക്ഷവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് വിനയം കാണിക്കുന്നവർക്കാണ്, അഹന്ത കാണിക്കാത്തവർക്കാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ഉണർത്തൽ താക്കീത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതനുസരിച്ച് ജീവിക്കുക, അതിന്റെ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചക ചര്യ ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തല്ലുകയും കൊല്ലുകയും എല്ലാം കാണുന്നതെല്ലാം തട്ടിത്തകർക്കുകയും എല്ലാവരോടും തട്ടിക്കേറുകയും ചെയ്യുക എന്നതല്ല. മറിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന്റെ, താഴ്മയുടെ, വിശാലതയുടെ സ്വഭാവ ഗുണം സ്വീകരിക്കുക. അങ്ങനെ വിജയം വരിക്കാൻ സാധിക്കണം. അറബിയിൽ ചൊല്ലിപ്പോകുന്ന കവിതയുടെ ഒരു അർത്ഥമുണ്ട്, കം ആലിമിൻ മുതകബ്ബിരിൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഇൽമുള്ളവരാണ്, പണ്ഡിതന്മാരാണ് അഹന്ത കൊണ്ട് പരാജയം വരിച്ചിട്ടുള്ളവർ. അതുപോലെ തന്നെ കം ജാഹിലിൻ മുതവാലിഇൻ, എത്ര വിവരമില്ലാത്തവരാണ് വിനയം കൊണ്ട് വിജയം വരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിനയം കൊള്ളുക, വിജയം വരിക്കുക. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശാലമായ താഴ്മയുടെ, വിനയത്തിന്റെ, സന്തോഷത്തിന്റെ ലക്ഷണം ജീവിതത്തിൽ മുഖമുദ്രയായി കാത്തു സൂക്ഷിക്കുക. ലോകത്തിന് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുക. പേടിച്ച് ഓടിപ്പോകുന്നതിന് പകരം സ്നേഹിച്ചടുത്തുകൂടുന്ന ഒരു ലോകത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷണം, അതായിരുന്നു പ്രവാചകരുടെ സ്വഭാവം, അതായിരുന്നു അവരുടെ ദഅവത്തിന്റെ രീതി. അത് നാം സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പിഴവുകളും കുറവുകളും റഹ്മാനായ തമ്പുരാൻ പൊറുത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുകയും അവന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയുമെല്ലാം മരണമില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത പരലോക ജീവിതത്തിലെ സ്വർഗത്തിൽ ശാശ്വതമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم إنا نسألك من الخير كله عاجله وآجله. نسألك الجنة لنا ولوالدينا يا رب العالمين ولمن له حق علينا وللمسلمين أجمعين. اللهم وفق رئيس الدولة وادم عليه موفور الصحة والعافية واجعله يا ربنا في حفظك وعنايتك. ووفق اللهم نائبه ولي عهده الأمين لما تحبه وترضاه. وأيد إخوانه الحكام الإمارات يا رب العالمين. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وأدم عليها الأمن والأمان يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.